ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ശരിക്കും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം വളരെ കുറവല്ലേ? എപ്പോഴും എന്തേലുമൊക്കെ ജോലി ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയത്തില്ല, അല്പം പോലും വിശ്രമിക്കാൻ പാടില്ലാത്ത ഒരാളെ, നന്നായിട്ട് പണി എടുക്കേണ്ട ഒരാളെ നിങ്ങൾ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അവൻ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് വിശ്രമിക്കുന്നത്? ഒന്നുകിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം തന്നെ. ആരാണ് അവനെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പണമാണ്, നിങ്ങളുടെ പണം, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം. നിങ്ങൾ എന്തിനാണ് 10-15 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യം വന്നേക്കാവുന്ന ഒരു തുകയെ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നത്? അവനെയൊക്കെ പണിക്ക് വിട്ടൂടെ? വിടണം. നിങ്ങളുടെ കൈവശമുള്ള ആ തുക എന്ത് ചെയ്യണം? നിങ്ങൾക്ക് യോജിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് നിക്ഷേപിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി എന്തു ആയിക്കൊള്ളട്ടെ, എല്ലാ മാസവും നിങ്ങൾ ഏൺ ചെയ്യുന്ന ഒരു തുകയുണ്ടല്ലോ, അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം, എത്രയാത്, ഒരു 20% തീർച്ചയായിട്ടും നിങ്ങൾ പണിക്ക് വിടണം. ഇവർ പോയി നമുക്ക് വേണ്ടി പണിയെടുക്കട്ടെ. ഇവർ പണിയെടുത്ത് വരുമാനം ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് വിശ്രമിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു SIP സ്റ്റാർട്ട് ചെയ്യണം. കൃത്യമായിട്ട് ഇങ്ങനെ നിക്ഷേപിച്ച് പോവുക. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക.